കോട്ടയത്ത് കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഫ്രാൻസിസ് ജോർജ് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഇന്നോ നാളെയോ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചെയർമാൻ PJ ജോസഫ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ അങ്കുഷ് കുമാർ നൽകും. അങ്കുഷ്, കോട്ടയത്ത് കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും എന്ന വാർത്തകൾ പുറത്തുവരുന്നു. അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഒപ്പം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ഈ ഫ്രാൻസിസിന് സീറ്റ് നൽകുന്നതോടെ ഏതെങ്കിലും തരത്തിലുള്ള ചേരിതിരിവ് UDFിനുള്ളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നന്ദു, ഫ്രാൻസിസ് ജോർജിന്റെ പേരിലേക്ക് അവസാനം പാർട്ടി എത്തി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന സൂചന. ഫ്രാൻസിസ് ജോർജ് തന്നെയായിരിക്കണം കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകേണ്ടതെന്നുള്ളതാണ് പാർട്ടിയിൽ കൂടുതൽ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പൊതു അഭിപ്രായം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പല നേതാക്കളുടെയും പേരുകൾ ഉയർന്നു വന്നെങ്കിലും പലരും പരസ്യമായി അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പ്രസിഡന്റായ സജി മഞ്ഞക്കടമ്പിൻ്റെ അതോടൊപ്പം തന്നെ KM മാണിയുടെ മരുമകൻ കൂടിയായ അത്തരത്തിലുള്ള നേതാക്കളടക്കം ഇത്തരത്തിൽ ഈ കോട്ടയം സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും പരസ്യമായി ഇത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഈ ഫ്രാൻസിസ് ജോർജിനെ നിർത്താനുള്ള ഒരു തീരുമാനം പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നുള്ളതാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും PJ ജോസഫ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. UDFിൻ്റെ കൂടി ഒരു അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുക. നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയും അവർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ചാഴിക്കാടൻ തന്നെ കോട്ടയത്ത് വീണ്ടും മത്സരത്തിനിറങ്ങുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒട്ടും പിന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ ഈ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രണ്ട് മുന്നണികളും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതോടുകൂടി കോട്ടയത്ത് 44 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുക. വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാകും കോട്ടയത്ത് ഇക്കുറി ഉണ്ടാകുക. ഇനി അറിയേണ്ടത് NDA സ്ഥാനാർത്ഥിയുടെ വരവ് കൂടിയാണ്. ഒരുപക്ഷെ NDA സ്ഥാനാർത്ഥി BDJSന് വിട്ടു നൽകി BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കൂടുതലായി കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ എന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിൽ തന്നെ BDJSന് ആ സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് എത്തും. അങ്ങനെയാണെങ്കിൽ വലിയൊരു ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെ കോട്ടയം സാക്ഷ്യം വഹിക്കുമെന്ന് വേണം കരുതാൻ. എന്തായാലും നിലവിൽ UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. LDF ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ട് തന്നെയാണ് UDFും ഇപ്പോൾ അതേ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് വളരെ ശക്തനായ ഒരു നേതാവാണെന്നാണ്, പ്രത്യേകിച്ചും ഈ ചാഴിക്കാടനെ കോട്ടയത്ത് വെല്ലുവിളിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണെന്നുള്ളതാണ് പാർട്ടിയുടെ പൊതുവായ ഒരു നിഗമനം. അത്തരത്തിൽ എന്തുകൊണ്ടും യോഗ്യനായ ഫ്രാൻസിസ് ജോർജിനെ തന്നെ ഇറക്കാൻ അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗം ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ആ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇനിയും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന സൂചനകൾ.